കഴിഞ്ഞാൽ അവർക്ക് എവിടെയും പോകാനില്ല, ആകെ പോകാനുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലില്ല. അവരുടെ പാവപ്പെട്ട അനുസരിച്ച് കാര്യമാണ് പറയുന്നത്. അവർക്ക് അതിനനുസരിച്ചുള്ള ഫണ്ടുമില്ല. അവർക്ക് അതിനുള്ള ഒരു ഇൻകവും ഇല്ല. അവര് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 20,000 കൂടിപ്പോയി ഒരു 25,000 രൂപയൊക്കെ ആയിരിക്കും അവരുടെ മാസം ഇൻകം. അപ്പൊ സ്വന്തമായിട്ട് വീടില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെന്റും അതും ഇതെല്ലാം കഴിഞ്ഞിട്ട് അധികം സേവിങ്സ് ഉണ്ടാവണം എന്നുള്ളവരല്ല. അപ്പൊ ഈ ചികിത്സാ സഹായം ചോദിക്കുന്നത് 2025 ചികിത്സാ സഹായം 30 ലക്ഷം, 20 ലക്ഷം, 60 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം വേണമെന്നും പറഞ്ഞ് ഇപ്പോഴും നമ്മൾ ന്യൂസ് കേൾക്കാറുണ്ട്. ഞാൻ അത് കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ ആലോചിക്കും, 2025 കേരളത്തിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ അവസ്ഥ. വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിനുള്ള ഫണ്ടിങ് ആയിരിക്കും. ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, റൺ ചെയ്യാൻ, അതിന്റെ മെഡിസിൻസിന് ഇപ്പോ ഈ പറഞ്ഞതുപോലെ പല മെയിൻ അല്ലെങ്കിൽ സിവിയർ ഡിസീസസിന്റെയും മെഡിസിൻസിന് ചിലപ്പോൾ ഇമ്പോർട്ടഡ് ആയിരിക്കും, ചിലപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ അത്രമാത്രം കോസ്റ്റ്ലി ആയിരിക്കും. അതൊന്നും മിക്കവാറും ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് കിട്ടാറില്ല. അപ്പൊ അതിനെങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അതായത് 20-25 lakhs 30 lakhs ഒക്കെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ ബെറ്റർ വേ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസിന് ഇതിനകത്തൊരു മേജർ പ്ലേ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടി, BPL കാറ്റഗറിയിലുള്ളവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു മിഡ് റേഞ്ച് കാറ്റഗറിക്ക് വേണ്ടി ഒരു ഇൻഷുറൻസ് ബൈ മാൻഡേറ്ററി നിർബന്ധിതമായിട്ടും നിങ്ങൾ എടുത്തിരിക്കേണ്ടതായിട്ടുള്ള നിങ്ങളുടെ ഇൻകത്തിൽ നിന്ന് വളരെ ചെറിയൊരു ശതമാനം കൊടുത്തുകൊണ്ടിട്ടുള്ള ഒരു ഇൻഷുറൻസ്. ആ ഇൻഷുറൻസ് സ്കീമിൽ നിന്നുകൊണ്ട് ഇവർക്ക് അവരുടെ ചികിത്സകളും കാര്യങ്ങളും ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഈ പറയുന്ന ഒരു വിശ്വാസം, ഒരു സിറ്റുവേഷൻ ലൈക്ക് ഇതിനി എന്ത് ചെയ്യും, നാളെ എൻ്റെ അപ്പനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ കുഞ്ഞുങ്ങൾക്കോ അവരെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു പേടി വരില്ല.